നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്ഷേത്ര ദർശന സമയത്ത് സ്ത്രീകൾ മുടി കെട്ടിവെക്കേണ്ടതുണ്ടോ? ഇപ്പോൾ പുരുഷന്മാരും മുടി നീട്ടി വളർത്തുന്ന ഫാഷനുണ്ട്. പണ്ട് കാലത്തും അത്തരത്തിലുള്ള ഫാഷനുകൾ ഉണ്ടായിരുന്നു. അതൊന്നും തെറ്റാണ് എന്ന് പറയുന്നില്ല. എന്നാൽ അത്തരത്തിൽ മുടി നീട്ടി വളർത്തുമ്പോൾ, ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നിർബന്ധമായിട്ടും മുടി കെട്ടിവെക്കണം. എന്താണ് അതിന്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്ര തത്വം എന്നുള്ളതാണ് നാം ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. എന്നാൽ മുടി കെട്ടിവെക്കുന്നത് എങ്ങനെയാകണം? ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നിരവധി കാരണങ്ങളുണ്ട്. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ പലപ്പോഴും ചടങ്ങുകളുമായിട്ട് അതിൽ നേതൃത്വം വഹിച്ചിട്ടുള്ള സമയത്തൊക്കെ അവിടെ വരുന്ന സ്ത്രീകളോടൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു മുടി കെട്ടിവെക്കണം എന്നുള്ളത്. ഇപ്പോൾ പ്രസിദ്ധിയായിട്ടുള്ള ഒരു യൂട്യൂബർ ക്ഷേത്ര ദർശനം നടത്തിയ സമയത്ത് ഒരു വീഡിയോയിൽ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ മുടി കെട്ടിവെക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിലെ ഒരു നിർബന്ധ ഇതായിരുന്നു. അത് പ്രത്യേകം അവർ എടുത്തു പറയുകയും ചെയ്തു. സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന ചാനൽ തന്നെയാണ്. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ചാനലുകൾ അത്തരത്തിൽ നിരന്തരം കാണാറുണ്ട്. എന്നാൽ ആ വീഡിയോയിൽ ആ വ്യക്തി മുടി കെട്ടിവെക്കുന്നതും പകുതിക്ക് വെച്ചാണ്. അത് തെറ്റാണ്. മുടിയുടെ തുമ്പുൾപ്പെടെ നല്ല രീതിയിൽ കെട്ടിവെക്കുക എന്നുള്ളതാണ് നമ്മളുടെ പൂർവികർ ചെയ്തിരുന്നത്. അതിന്റെ ശാസ്ത്രീയ സത്യങ്ങളും പ്രായോഗിക വശങ്ങളും ഒക്കെയാണ് നാം ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നിങ്ങളേവരും കേട്ടിട്ടുണ്ടാകും, നമ്മുടെ അന്തരിച്ച വളരെ ഉന്നതമായിട്ടുള്ള നായക നടൻ നമ്മുടെ നസീർ സാർ, അദ്ദേഹത്തിന്റെ ഒരു പടത്തിൽ നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾ മുടിയിഴയിൽ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അതിലൂടെ നമ്മുടെ പൂർവികരുടെ ആ ആചാരങ്ങളെ തന്നെയായിരുന്നു അത് എഴുതിയ ആൾ പ്രകടമാക്കിയത്. എഴുതിയ ആളുടെ പേര് ഇപ്പോ ഓർമ്മയില്ല. നിങ്ങൾക്ക് ഏവർക്കും ഒരുപക്ഷെ അറിയാവുന്നതാണ്, പെട്ടെന്ന് ഓർക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ മുടി വെറുതെ പകുതിക്ക് വെച്ചൊരു കെട്ട് കെട്ടുക എന്നുള്ളതല്ല, അതിന്റെ തുമ്പ് ഉൾപ്പെടെ നല്ല രീതിയിൽ കെട്ടിവെക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓം നമോ നാരായണായ, ഓം നമ ശിവായ. ഭക്തജനങ്ങളെ, നമ്മൾ ക്ഷേത്രം സന്ദർശിക്കുന്നത് വെറുതെ ഒരു കാഴ്ച കാണാൻ മാത്രമല്ല. അങ്ങനെ ഒരു സാധാരണ സന്ദർശനം മാത്രമായിട്ട് ക്ഷേത്ര ദർശനത്തെ ചുരുക്കാതിരിക്കുക. അത് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു ദിവ്യ പ്രക്രിയയായിട്ട് തന്നെ എടുക്കുക. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് ഒരു ദിവ്യ അനുഭവം തന്നെ തരും. നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ നിന്നിലെ ശാന്തിയും ഭക്തിയും നിറഞ്ഞിരുന്നു. ദൈവസന്നിധിയിൽ നീ നിൽക്കുമ്പോൾ അത് ഒരു സമർപ്പണത്തിന്റെ രൂപമായി മാറുന്നു. ഈ വരികൾ സിനിമയിലെ ഗാനമല്ല, ഞാൻ തയ്യാറാക്കിയത് തന്നെയാണ്. ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മുടി കെട്ടുന്നത് ഒരു ശീലം മാത്രമല്ല, അത് വിനയത്തിന്റെ അടയാളമാണ്, സമർപ്പണത്തിന്റെ ഒരു ആത്മപ്രതീകമാണ്. യോഗശാസ്ത്രപ്രകാരം നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ കേന്ദ്രങ്ങളിൽ ഒന്നാണ് സഹസ്രാര ചക്രം. സഹസ്രാര പത്മസ്തം ശുദ്ധ ചൈതന്യ രൂപിണം തത്വമസ്യാദി ലക്ഷ്യം തം വന്ദേ ഗുരു പത്മജം. മുടി കെട്ടിവെക്കുന്നത് ദിവ്യ ഊർജത്തെ നിലനിർത്തുന്ന ആത്മീയ കവചമാണ്. മലയാളികൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, അതൊക്കെ പെട്ടെന്ന് മറന്നു. എന്നാൽ ഉത്തരേന്ത്യക്കാര് ഇപ്പോഴും ഹിന്ദു സ്ത്രീകൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ മുടി കെട്ടിവെച്ച് തലയിൽ അവർ സാരിയുടെ തലപ്പ് കൊണ്ട് മറയ്ക്കുകയും ചെയ്യും. അത് മറ്റ് മതക്കാരും കണ്ട് മനസ്സിലാക്കി അനുവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഹിന്ദുക്കൾ അത് വേണ്ട രീതിയിൽ അതിനെ മറന്നു എന്നുള്ളതാണ്. തല മറയ്ക്കണം എന്ന് ഒരിടത്തും പറയുന്നില്ല. എന്നാൽ തല മറയ്ക്കുന്നതും അല്ലെങ്കിൽ മുടി അതിന് പകരമായി കെട്ടിവെക്കുന്നതും എന്തിനാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഇപ്രകാരം സഹസ്രാര ചക്രത്തെ പരിപാലിക്കുന്നതിലൂടെ നമുക്ക് ഏകാഗ്രത വർദ്ധിക്കാൻ അത് സഹായിക്കുന്നു. അതുവഴി ആത്മശുദ്ധിയും ഉണ്ടാകുന്നു. എത്രയെത്ര മനോയാതി തത്ര തത്ര സമാധയ. മുടി ഒതുക്കി, അപ്പോൾ മനസ്സും ഒതുങ്ങി. അങ്ങനെ മൗനത്തിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു, നമ്മുടെ ഹൃദയത്തിലെത്തി. മുടി കെട്ടുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ മനസ്സിന്റെ നിയന്ത്രണം എളുപ്പത്തിൽ കൈവരിക്കുന്നതിന് സഹായകരമാണ് എന്നർത്ഥം. മുടിയിഴകൾ എങ്ങനെ കിടക്കുന്നുണ്ടാകും എന്നുള്ളത് നമ്മുടെ ശ്രദ്ധ സ്വാഭാവികമായി ചിന്തിച്ചാൽ തന്നെ നമുക്ക് അത് മനസ്സിലാകുന്നതാണ്. നമുക്ക് അശ്രദ്ധ ഉണ്ടാകും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന കാരണം ക്ഷേത്രത്തിലെ ശുദ്ധിയും ആചാരങ്ങളും എന്നുള്ളതാണ്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ക്ഷേത്രത്തിൽ മുടി കെട്ടുന്നത് ശുചിത്വവും വിനയവും പാലിക്കാനുള്ള ആചാരമാണ്. മുടി എന്നുള്ളത് ഊർജം സ്വീകരിക്കുന്ന ആന്റീന എന്നാണ് പറയുന്നത്. യത് ഭാവം തദ് ഭവതി. മുടി ഊർജം സ്വീകരിക്കുന്ന മാധ്യമമാണ്. അത് കെട്ടുന്നത് വഴി നമുക്ക് വേണ്ട രീതിയിലുള്ള നിയന്ത്രിത ആത്മീയ ശക്തി ഗ്രഹിക്കുന്നതിന് അത് സഹായകരമാകും. അല്ലാതുള്ളപ്പോൾ നെഗറ്റീവ് ഊർജത്തെയും ചിലപ്പോൾ അത് ആകർഷിച്ചേക്കാം. ഇനി നമുക്ക് താന്ത്രിക വശം കൂടി നോക്കാം. ശിഖാബന്ധന മുക്തി ഹേതു എന്നാണ്. ശിഖ ബന്ധിക്കുന്നത് മുക്തിക്ക് കാരണമാകും, അതായത് ഏകാഗ്രത വർദ്ധിപ്പിക്കും എന്നർത്ഥം. ചിതറുന്ന ചിന്തകളെ ചേർത്തു പിടിച്ച് ഒരു ബിന്ദുവിൽ നിർത്തുമ്പോൾ അവിടെ ദൈവം ഉദയം ചെയ്യുന്നു.
നമ്മുടെ മനസ്സുകളിൽ. മുടി കെട്ടുന്നത് വഴി ഊർജ സംരക്ഷണം, ഏകാഗ്രത, ശുചിത്വം, ആത്മനിയന്ത്രണം ഇവയൊക്കെ സാധ്യതമാകുന്നു. അഹങ്കാരത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്താതിരിക്കുക. ഇതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉചിതമായിട്ടുള്ള കർമ്മഫലവും ലഭിക്കും. കായേന വാച മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനാഭ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട്, ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ അറിവ് നിങ്ങളുടെ ദർശനത്തെ എവിടെയെങ്കിലും ഒന്ന് മാറ്റിമറിക്കാൻ കഴിയുമെങ്കിൽ അതുവഴി ഞാൻ കൃതാർത്ഥനായി. ഓം ശാന്തി ശാന്തി ശാന്തി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ ക്വചിത് ദുഃഖഭാഗ് ഭവേത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.